ഹായ് ഹലോ ബിഗ് ബോസിൻ്റെ മറ്റൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അനീഷിനെയും ആദിലേനെ സമ്മതിക്കണം. ജയിലിൽ കിടന്നിട്ട് ആ മുത്തുകോർക്കൽ പരിപാടി ഉണ്ടായിരുന്നു, അത് മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അവർ ജയിലിൽ നിന്ന് ഇറങ്ങിയത്. ഇന്നലെ ഉച്ചയ്ക്ക് കയറിയതാണ്. അവർക്ക് ക്യാപ്റ്റൻസി നോമിനേഷൻ നഷ്ടപ്പെട്ടു, കൂടാതെ നട്ടുച്ച വെയിലത്ത് കിടക്കേണ്ടി വന്നു. അതിനുശേഷം ഈ ഒരു ടാസ്കും കൂടെ അവരെ സമ്മതിച്ചേ അടങ്ങൂ. അവർ നല്ല രീതിയിൽ ആ ടാസ്കും കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അതിനവർ കയ്യടി അർഹിക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് ലൈവിൽ നടന്നത് ജിഷിൻ്റെയും അഭിലാഷിൻ്റെയും പ്രാങ്കാണ്. അത് അടിപൊളിയായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. അത് എപ്പിസോഡിലും കാണിക്കേണ്ട. ഇനി എപ്പിസോഡിലേക്ക് വരാം. ലാലേട്ടന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയതിൻ്റെ ഒരു ആഘോഷ ചടങ്ങാണ് ആദ്യം നടന്നത്. അതിനുശേഷം വീക്ക്ലി ടാസ്ക് കുളമായതിൻ്റെ ബേസിസിൽ ലാലേട്ടൻ പറയുകയാണ്, ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട് എൻ്റെ കയ്യിൽ, അത് ആർക്കെങ്കിലും കൊടുക്കാൻ ഞാൻ തയ്യാറാണ്, നിങ്ങൾ ഡിസൈഡ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതിനകത്ത് എല്ലാവരും ആദിലേനെയാണ് ചൂസ് ചെയ്യുന്നുണ്ട്. ലാലേട്ടൻ തിരിച്ചു വരുമ്പോൾ ചോദിക്കുന്നുണ്ട്, എങ്ങനെ ആദിലേനെ സെലക്ട് ചെയ്യുന്നു? ഓൾറെഡി ആദിൽ ജയിലിൽ പോയതാണ്, നന്നായി ടാസ്ക് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം നിങ്ങൾ എങ്ങനെ ആദിലേനെ ചൂസ് ചെയ്തതെന്ന് ചോദിക്കുന്നതിന് അനീഷ് ഉത്തരം പറയുന്നുണ്ട്, സ്റ്റബോൺ ആയിട്ട് പറയുന്നുണ്ട്, ഇത് ഗ്രൂപ്പിസമാണ് ലാലേട്ട, ഇവരെല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ആദിലേനെ ചൂസ് ചെയ്തതാണ്, അല്ലാതെ വേറെ ഒന്നും അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദിലയും നൂറയും കൂടെ നോക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവിടെ വ്യക്തമാണ്, അതെല്ലാവർക്കും മനസ്സിലായ കാര്യവുമാണ്. അങ്ങനെ ആ ഇമ്മ്യൂണിറ്റി റദ്ദാക്കുകയാണ് ചെയ്തത്. മേ ബി നൂറ നാളെ ലാലേട്ടനെ ഈ കാര്യം പറഞ്ഞ് കുറ്റം പറഞ്ഞേക്കാം. അത്രയ്ക്ക് പേഴ്സണലായിട്ട് എടുക്കുന്ന വ്യക്തിയാണ് നൂറ. പിന്നെ സംഭവിച്ചത് ആര്യൻ്റെയും ജിസേലിൻ്റെ കാര്യമാണ്. ആര്യൻ്റെയും ജിസേലിൻ്റെ കാര്യം ശരിക്കും പറഞ്ഞാൽ ഈ ആഴ്ച എടുക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. മേ ബി നാളെ ആര്യൻ ഓർ ജിസേലിൽ ആരെങ്കിലും പോയേക്കാം. ഞാൻ ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്താണ് ഇന്നലെ ജിസേൽ പോകാൻ ചാൻസ് ഉണ്ട് എന്ന്. സോ ഇവരിൽ ആരെങ്കിലും പോകുന്നത് കൊണ്ടാവാം ഇന്ന് ഈ ടോപ്പിക് എടുത്തിട്ടതും ഇന്നത് സംസാരിച്ചതും അതിൻ്റെ അകത്തൊരു വ്യക്തത വരുത്താൻ ലാലേട്ടൻ ശ്രമിച്ചതും. സോ ഇത്രയൊക്കെയാണ് ഇന്ന് സംഭവിച്ചത്. മേ ബി ഇവരിൽ ആരെങ്കിലും പുറത്താവാം. ഞാൻ പറഞ്ഞ 3 പേരിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു വെക്കുന്നു. ഒരാൾ ജിഷിൻ, ഒരാൾ ജിസേൽ, ഒരാൾ ലക്ഷ്മി. ഇവരിൽ ആരെങ്കിലും പോകാനാണ് വളരെ ചാൻസ് കാണുന്നത്. സോ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. പറ്റുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ.